വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പരമ്പര തുടങ്ങി വെച്ചിരുന്നു. അത് തിരുവനന്തപുരം ജില്ലയിൽ ബി.ജെ.പിക്ക് വലിയ രീതിയിൽ വോട്ട് നില ഉയർത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളെക്കുറിച്ചുള്ള ഒരു ഇതായിരുന്നു. ബി.ജെ.പി മാത്രമല്ല, എല്ലാ പാർട്ടികളുടെയും വോട്ടിംഗ് നില നമ്മൾ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തവണ വന്നിരിക്കുന്നത്, ഈ ദിവസം വന്നിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആറ്റിങ്ങൽ നോക്കിയിരുന്നു, കാട്ടാക്കട നോക്കിയിരുന്നു, അങ്ങനെയുള്ള പല മണ്ഡലങ്ങൾ നോക്കിയിരുന്നു, നെടുമങ്ങാട് നോക്കിയിരുന്നു. അവിടെയുള്ള എല്ലാം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി. ഇത്തവണ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മണ്ഡലങ്ങളാണ്, അതായത് കേരളത്തിൽ വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പറയുന്ന, ഒരു ത്രികോണ മത്സരം നടക്കുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പറയുന്ന മണ്ഡലങ്ങളാണ് നമ്മൾ ഇത്തവണ ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ബി.ജെ.പിയുടെ ഏറ്റവും ആദ്യത്തെ എ ക്ലാസ് മണ്ഡലമായിട്ടുള്ള നേമമാണ്. നേമത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത്, നേമത്തെക്കുറിച്ച് അവിടെയുള്ള കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വയ്ക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എല്ലാവർക്കും അറിയാം നേമത്ത് ആരാണ് വിജയിക്കുന്നത്. നേമത്ത് ബി.ജെ.പിയുടെ ഒ രാജഗോപാൽ വിജയിച്ച ഒരു മണ്ഡലമാണ്. അത് 2016 ഒ രാജഗോപാലായിരുന്നു അവിടെ വിജയിച്ചിരുന്നത്. ശിവൻകുട്ടി പിറകിലേക്ക് പോയി. 8000 വോട്ടിനാണ് രാജഗോപാൽ അവിടെ വിജയിച്ചിരുന്നത്. അവിടെ JDUവിന്റെ വി സുരേന്ദ്രൻ പിള്ളയാണ് അവിടെ ആ സമയത്ത് മത്സരിച്ചിരുന്നത്. 2021 ആയപ്പോഴേക്കും CPM-ന്റെ ശിവൻകുട്ടി അവിടെ വിജയിച്ചു. കുമ്മനം രാജശേഖരൻ അവിടെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വെറും 3000 വോട്ടിനാണ് ഇവിടെ മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ 3000 വോട്ട് എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SDP-യുടെ വോട്ടാണ് എന്നാണ് ആരോപണം ഉയരുന്നത്. SDP അത് ശരിവയ്ക്കുന്ന രീതിയിൽ ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് വന്ന് പറയുകയും ചെയ്തു. ഇത്തവണ നേമത്ത് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ മറ്റുള്ള സ്ഥാനാർത്ഥികളെ പോലെ അല്ല. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് വെറും 15,000 വോട്ടിനാണ് തോറ്റുപോയത്. ആ 15,000 വോട്ടിന് എങ്ങനെ തോറ്റു എന്ന് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിന് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം കൃത്യമായിട്ട് പറയും, ഞാൻ തോറ്റത് ഇന്ന സ്ഥലത്താണ്, അവിടെ ബി.ജെ.പിക്ക് അടിപതറിയിട്ടുണ്ട്, ഇത്ര സാഹചര്യത്തിൽ ആണ് ആ വോട്ട് നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം പറയും. അപ്പോ ഇത്തവണ നേമത്ത് വി ശിവൻകുട്ടിയുടെ കൂടെ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കാൻ വന്ന് നിൽക്കുമ്പോൾ വി ശിവൻകുട്ടി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യം ഓടിപ്പോയ സ്ഥലം എന്ന് പറയുന്നത് SDP-യുടെ ഇഫ്താർ സംഗമത്തിനാണ് അദ്ദേഹം ഓടിപ്പോയത്. ബി.ജെ.പി മാത്രമാണ് അതിൽ പങ്കെടുക്കാതിരുന്നത്, മറ്റെല്ലാ പാർട്ടിക്കാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ ശിവൻകുട്ടി അവിടെ ഓടിപ്പോയ ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ SDP അദ്ദേഹത്തെ സഹായിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖരനെ ഇരട്ട താഴുള്ള പൂട്ടിട്ട് ഞങ്ങൾ പൂട്ടിയിരിക്കുകയാണ് എന്നാണ് ശിവൻകുട്ടി അവിടെ പറഞ്ഞത്. വെറും 3000 വോട്ടിന് അവിടെ വലിയ രീതിയിൽ വലിയ രീതി എന്ന് പറയുന്നില്ല, വിജയിച്ചു നിൽക്കുന്ന ശിവൻകുട്ടി ഇത്തവണ നേമത്ത് വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഒരു ആന്റി ഇൻകംപൻസി ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ, പോലത്തെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അതിൽ അത്രയ്ക്ക് ശോഭിക്കാനൊന്നും സാധിച്ചില്ല. നമുക്കറിയാം 2016 പിണറായി സർക്കാർ വരുമ്പോൾ രവീന്ദ്രനാഥായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടെന്ന് പോലും ആർക്കും അറിയാത്തൊരു സാഹചര്യം. എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഒരു മന്ത്രിയായിരുന്നു രവീന്ദ്രനാഥ്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം വളരെ ഭംഗിയായിട്ട്, വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ആ ഒരു ആരോപണം, എന്താ പറയുക, ഒരു അഴിമതി, അങ്ങനെ ഒരു സാഹചര്യം പോലും അവിടെ ഇല്ലായിരുന്നു. എനിക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഒരു മന്ത്രിയായിരുന്നു. കൃത്യമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇടപെടലായിരുന്നു രവീന്ദ്രനാഥ്. പക്ഷേ 2021 ആയപ്പോഴേക്കും ശിവൻകുട്ടിക്ക് അത് കൊടുക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾക്ക് കൊടുത്തത് എന്ന് എനിക്ക് അറിയില്ല. ശിവൻകുട്ടിക്ക് അതിൽ നിന്ന് ശോഭിക്കാനും സാധിച്ചില്ല. ശിവൻകുട്ടി ഒരു പരാജയമായിരുന്നു അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ താളം തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ രാജീവ് ചന്ദ്രശേഖരന് നേരിയ ഒരു എഡ്ജ് ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായി കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബി.ജെ.പി കോർപ്പറേഷനൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കുമോ നേമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? ഈ നിയമം എന്ന് പറയുന്നത് ഒരിക്കല് നമ്മുടെ ശ്രീമാൻ കുമ്മനം രാജശേഖർ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു, കേരളത്തിന്റെ നാഗപ്പൂരാണ് നിയമമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ബി.ജെ.പിയുടെ ആദ്യം അക്കൗണ്ട് തുറന്ന സ്ഥലം, അതിനുശേഷം ബി.ജെ.പിയുടെ നേതാക്കൾ പറഞ്ഞു ഞങ്ങളുടെ ഗുജറാത്താണ് നിയമമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരവിടെ പരാജയപ്പെടുകയാണ്. പക്ഷെ പരാജയപ്പെട്ടതിന് ശേഷം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു മണ്ഡലം. കാരണം അവർക്ക് ആ മണ്ഡലം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അവിടെ ശ്രീമാൻ K മുരളീധരൻ വന്ന് നിന്നില്ലായിരുന്നുവെങ്കിൽ ആ പിക്ചർ ഒരുപക്ഷെ മാറിപ്പോയേനെ. K മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയെങ്കിൽ പോലും K മുരളീധരൻ പിടിച്ച വോട്ടുകൾ ബി.ജെ.പിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. SDP-യുടെ വോട്ട് സഹായം മാത്രമല്ല, അവിടെ 30,000-ഓളം മുസ്ലിം വോട്ടുകളുണ്ടെന്നാണ് പറയുന്നത്. അത്ര ഉണ്ടോ എന്ന് അറിയില്ല. 35% നായർ വോട്ടുകളുണ്ട്. ഈ നായർ വോട്ടുകളിൽ കൃത്യമായി വിള്ളൽ വീഴ്ത്താൻ അന്ന് ശ്രീമാൻ K മുരളീധരൻ കഴിഞ്ഞിരുന്നു. ഇത് കുമ്മനത്തിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറി. എന്നിട്ട് പോലും കുമ്മനം കയറി എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ അതിനുശേഷം അവിടെ നന്നായി തന്നെ ബി.ജെ.പിയും
ഈ പറയുന്ന നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലമാണ് നേമം. നിയമം ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്ക് ഇടയ്ക്ക് പോയിരുന്നു. ഈ നിയമസഭാ ഇലക്ഷൻ മാത്രമല്ലായിരുന്നു, അവിടുത്തെ കോർപ്പറേഷൻ ഇലക്ഷൻ വന്നപ്പോഴേക്കും സീറ്റുകൾ കൂടുതൽ പിടിച്ചിരുന്ന നിയമം ഇവരല്ല, ആര്യ രാജേന്ദ്രന്റെ ഒക്കെ മണ്ഡലം കൂടിയല്ലേ അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവരൊക്കെ ജയിച്ച് കയറിയതും മേയർ ഉണ്ടായിരുന്നതുമൊക്കെ അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു ചായ്വിലേക്ക് അത് പോയിരുന്നു. പക്ഷെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും 24 വാർഡുകളിൽ 17 വാർഡും BJP നേടി. അത് തന്നെ ഒരു വലിയ വിജയമായിട്ട് തന്നെ കാണേണ്ടി വരും. കാരണം അവർ ആ പഴയ പ്രതാപത്തിലേക്ക് അവർ തിരിച്ചു വന്നു, ആ പോയതിനെ അവർ തിരിച്ചു പിടിച്ചു. അവിടെ CPM 6 മറ്റോ കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്, 6 7 അങ്ങാണ്ടേ ഉള്ളൂ വാർഡുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പം ആ നിലയിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് എത്തിയ ഒരു മണ്ഡലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് മുതൽ തന്നെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തൊരു മണ്ഡലമാണ് ഈ പറയുന്ന നേമം. അവിടെ മത്സരം നടക്കുന്നത് തന്നെ ശിവൻകുട്ടി വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ ആണ്. കോൺഗ്രസിന് അവിടെ സ്കോപ്പ് ഇല്ല, കാരണം വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടി നമ്മൾ അതിനകത്തൊരു ത്രികോണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കട്ടക്ക് നിൽക്കുന്നവർ തമ്മിലുള്ള മത്സര കോമ്പറ്റീഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. കാരണം കോൺഗ്രസിന് ഇപ്പൊ അവിടെ ആരെ കൊണ്ട് നിർത്തിയാലും കേമുള്ളവരും പിടിച്ച് വോട്ട് പിടിക്കില്ല. ആരെ നിർത്തിയാൽ നമ്മളിപ്പോ പറയുന്നു, ഇലക്ഷൻ കഴിഞ്ഞ് പ്രേക്ഷകർക്ക് പരിശോധിക്കാവുന്നതാണ്. കേമുള്ളവർ അവരുടെ ഏറ്റവും സ്റ്റാർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ. അദ്ദേഹത്തിന് പോയി 22 സംതിങ് പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇനി അവിടെ ആരെയൊക്കെ അവർ കൊണ്ട് കോൺഗ്രസ് ആർക്കും വേണ്ടല്ലോ, നിയമം വേണ്ട. സാധാരണ കോൺഗ്രസിന് അത് ഇടിയാണ് എവിടെ സീറ്റിന്, അത് ഞങ്ങൾക്കതാ ഇതാ ഈ ഗ്രൂപ്പിന് നിയമം ആർക്കും വേണ്ട. അപ്പൊ അതുകൊണ്ടാണ് അവര് ചെറിയ ജൂനിയേഴ്സിന്റെ ആരുടെയൊക്കെ പേരൊക്കെയാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത്. അപ്പൊ ഏതായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ വർക്ക് നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. വളരെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് ആ വർക്ക് മുമ്പോട്ട് പോയിരുന്നു എന്ന് മാത്രമല്ല, അവിടെ ഈ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് അന്ന് ചിഹ്നിച്ചതിൽ പോയ ഈ നായർ വോട്ടിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും ഈ RCക്ക് തന്നെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ബാക്കിയുള്ള വോട്ടുകളും കിട്ടും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഗുണപരമായി എന്തെങ്കിലും നടക്കും എന്ന് നേമത്തുള്ള മണ്ഡലത്തിലുള്ള വോട്ടർമാർ കരുതുന്നുണ്ട്. കാരണം അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അത് ലോക്സഭയിൽ നിന്ന സമയത്തായാലും ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന അദാലത്തുകളായാലും ഒക്കെ ജനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം, വേറെ ഒരു രാഷ്ട്രീയ തട്ടിപ്പല്ല ഇങ്ങനെ നടത്തുന്നത് എന്നൊരു ചിന്താഗതി നന്ന ശക്തമായി തന്നെ ആ മണ്ഡലത്തിലുണ്ട്. അങ്ങനെ അവർ ജയിപ്പിക്കാറുമില്ല. അതായത് വെറുതെ ഈ ഡ്രാമ കളിക്കുകയല്ല, അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഇല്ലെങ്കിൽ അത് സ്വന്തമായി ചെയ്യും. പിന്നെ ഒരു അഴിമതിക്കാരനല്ല, അദ്ദേഹത്തെ കണക്ക് ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും അതിന്റെ ആവശ്യവുമില്ല. അപ്പൊ തങ്ങൾക്കുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും, രാജീവ് ചന്ദ്രശേഖറിന് കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം ആ മണ്ഡലത്തിലുണ്ട്. ഈ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് തന്നെ ഈ മണ്ഡലത്തിൽ നോട്ടമിട്ട് ഒരുപാട് BJP നേതാക്കളുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തുടക്കത്തിലെ തന്നെ പറഞ്ഞത്, ഞാനാണ് മത്സരിക്കുന്നത്. കാരണം ഇനി ആരും ആ മണ്ഡലത്തെ നോക്കിയിരുന്നിട്ട് അടി വെക്കണ്ട, ഞാനാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് വലിയ വിവാദമായി. ഇതാദ്യമായിട്ടാണ് ഒരു അധ്യക്ഷൻ വന്നിട്ട് ഞാൻ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കുന്നു വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചല്ലോ. ആ പ്രഖ്യാപിക്കുന്നതിന്റെ കാര്യം ഇതായിരുന്നു. കാരണം ആ മണ്ഡലത്തിൽ ലക്ഷ്യം വെച്ചും ഉന്നം വെച്ചും ഒരുപാട് പേരുണ്ട്. നമ്മൾ അവരുടെ പേരുകളൊന്നും പറയണ്ട, അവർക്കൊക്കെ എത്ര വോട്ട് എവിടെ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഏതായാലും രാജീവ് ചന്ദ്രശേഖർ വരുന്നു. അവിടെ ഇനിയിപ്പോ ശിവൻകുട്ടി 2 പൂട്ടിട്ട് പൂട്ടുകയോ 10 പൂട്ടിട്ട് പൂട്ടുകയോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. ഇനി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രമാണ്. BJPക്ക് കേരളത്തിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു സീറ്റ് എന്ന് പറയുന്നത് നേമം തന്നെയാണ്. അവിടെ വളരെ ഈസി ആയിട്ട് ജയിച്ചു പോകും. ഇനിയിപ്പോ കോൺഗ്രസിന് എങ്ങനെയാ, കാരണം കോൺഗ്രസിന്റെ മുരളീധരൻ നിന്നിട്ട് പോലും ഈ വലിയ ഒരു മാർജിനിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റാത്ത മണ്ഡലമാണ്. ഇത്തവണ എന്തായാലും ആ മണ്ഡലം BJPക്ക് തിരിച്ചു പിടിക്കും. ഒരുപക്ഷെ രാജഗോപാലിന് കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടെ ഭൂരിപക്ഷം, ഒരു ചെറിയ ശതമാനമെങ്കിലും ഭൂരിപക്ഷം കൂടാനുള്ള സാധ്യതകളാണ് കൂടുന്നത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 വാർഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എണ്ണമല്ല. നമുക്കറിയാം തദ്ദേശത്തിലെ 17 വാർഡുകൾ അത് ജയിച്ചിരിക്കുന്നതൊക്കെ BJP ആണ്. അത് എണ്ണം പറഞ്ഞ അവരുടെ BJPയുടെ നേതാക്കന്മാർ ജയിച്ച വാർഡുകളാണ് അതൊക്കെ. അവരുടെ എന്താ അജിയണ്ണനും പാർട്ടിയൊക്കെ കലാകാരങ്ങളിൽ അവർ ജയിച്ചു വരുന്ന അവരുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയകളാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇത്തവണ ആരെയും തലയും മുറുക്കി തന്നെയാണ് അവർ രംഗത്ത് വരുന്നത്. അപ്പൊ അവിടെ നല്ലൊരു വിജയം തന്നെ ഉണ്ടാകും. അതൊരു ഷുവർ സീറ്റ് ആയിട്ട് കൂട്ടാം നമുക്ക്. നിയമം ഷുവർ സീറ്റാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത് ഡെഫിനറ്റ് ആണ്. BJPക്ക് ഒരു സീറ്റ് എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് പക്ക. ഇനി നമുക്ക് നേമത്ത് നിന്ന് നേരെ കഴക്കൂട്ടത്തേക്ക് വരാം. കഴക്കൂട്ടം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി BJP മത്സരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കഴക്കൂട്ടം കോൺസ്റ്റിറ്റ്യുവൻസി. ചരിത്രപരമായിട്ട് ചരിത്ര പുരുഷന്മാരായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയത്തിലെ നമ്മുടെ MV നികേഷ് കുമാറിന്റെ അച്ഛനായിട്ടുള്ള MV രാഘവനൊക്കെ അവിടെ മത്സരിച്ചിട്ടുണ്ട്. നിയമവും അതുപോലെ തന്നെയായിരുന്നു. നേമത്ത്
എത്ര ആൾക്കാർ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലൊരു മണ്ഡലമായിരുന്നു. ഇപ്പോൾ എം വി രാഘവനൊക്കെ 1991 അവിടെ മത്സരിക്കുമ്പോൾ BJP-യുടെ പത്മകുമാറാണ് അവിടെ മത്സരിച്ചിരുന്നത്. 2298 വോട്ടാണ് 1991 പത്മകുമാറിന് അവിടെ ലഭിച്ചത്. പിന്നെ 96 ആയപ്പോഴേക്കും പത്മകുമാർ 9230 ആക്കിയ വോട്ട്. അതാണ് ആ BJP-യുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അവർ കാത്തിരിക്കും, അവർ മത്സരിക്കും. അപ്പോൾ അങ്ങനെ CPM-ന്റെ കടകംപള്ളി സുരേന്ദ്രൻ 96 ജയിച്ചു. പിന്നെ 2001 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള MA വാഹിദ് അവിടെ നിന്നും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2011 INC-യുടെ വാഹിദ് വീണ്ടും അവിടെ നിന്ന് ജയിച്ചു. BJP-യുടെ JR പത്മകുമാർ ആ സമയത്ത് അവിടെ നിന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2016 വരികയാണെങ്കിൽ 2ാം സ്ഥാനത്താണ് കഴക്കൂട്ടം. അന്ന് BJP-യുടെ V മുരളീധരനാണ് ജയിച്ചത്. അഭൂതപൂർവമായിട്ടുള്ള ഒരു വോട്ടാണ് അദ്ദേഹം പിടിച്ചത്. 42,730 വോട്ടാണ് അദ്ദേഹം പിടിച്ചത്. 1991 വെറും 2000 വോട്ട് കിട്ടിയിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നും മുരളീധരൻ മത്സരിച്ചപ്പോൾ, V മുരളീധരൻ മത്സരിച്ചപ്പോൾ 42,732 വോട്ട്, 25% വോട്ടാണ് അദ്ദേഹം ഉയർത്തിയത്. കഴിഞ്ഞ തവണ നമ്മൾ നെടുമങ്ങാട് VV രാജേഷ് 15% വോട്ട് ഉയർത്തി എന്ന് പറഞ്ഞപ്പോൾ ഇത്തവണ 2016 അതേ സ്ഥാനത്ത് അതേ ഇലക്ഷനിൽ V മുരളീധരൻ 25% വോട്ട് അവിടെ നിന്നും ഉയർത്തി. പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചു. പക്ഷേ ആ വിക്ടറിയുടെ മാർജിൻ എന്ന് പറയുന്നത് വെറും 7347 വോട്ടുകൾ മാത്രമായിരുന്നു. അതിനുശേഷം 2021 ശോഭാ സുരേന്ദ്രനാണ് അവിടെ നിന്നും മത്സരിച്ചത്. ശോഭാ സുരേന്ദ്രൻ 40,193 വോട്ട് പിടിച്ചു. അതിനകത്ത് ഒരുപാട് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവിടെ ശോഭയ്ക്ക് വോട്ട് കുറഞ്ഞു, 2% വോട്ട് കുറഞ്ഞു. കോൺട്രവേഴ്സികളിലും നമ്മൾ പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ പകൽ പോലെ വ്യക്തമാണ് എന്താണ് അവിടെ ശോഭയ്ക്ക് വോട്ട് കുറയാനുള്ള കാരണം. എന്നെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഫൈറ്റ് ചെയ്തു. പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ്. കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും അവിടെ നിന്ന് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് 2021. പക്ഷെ 2021 കടകംപള്ളി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. കടകംപള്ളിക്കെതിരെ ഒരു ആരോപണം മാത്രമേ ഉള്ളൂ, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി എന്നുള്ള ആരോപണം. പക്ഷെ 2026 കടകംപള്ളി അവിടെ നിൽക്കുമ്പോൾ സ്ത്രീകളെ കയറ്റി എന്നുള്ള സംഭവം മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരു പ്രതി കൂടെയായി മാറുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഹിന്ദു വികാരം അങ്ങേയറ്റം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത്. അവിടെ ഇത്തവണയും V മുരളീധരൻ ശക്തനായി എത്തുമ്പോൾ നിയമത്തെ പോലെ ഒരു ഷുവർ സീറ്റ് അവിടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ അപ്രതീക്ഷിതമായിട്ട് ധനുഷ് MBR-ന്റെ കാര്യം പറഞ്ഞു, MB രാഘവന്റെ. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. ഈ കേരളത്തില് ഒരു തവണ മാത്രം ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ, അത് MB രാഘവനായിരുന്നു. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പിന്നെ ജീവിതകാലത്ത് പിന്നീട് 2ാമത് മത്സരിക്കാറില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു 9 നിയോജക മണ്ഡലത്തിലെങ്ങാണ്ട് കേരളത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാലം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ചില തമാശകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്നിൽ സാധാരണ നമ്മളിപ്പോ ഒരു സ്ഥാനാർത്ഥി ജയിച്ചാലും തോറ്റാലും വീണ്ടും അവിടെ തന്നെ മത്സരിക്കാറുണ്ട്, 2ാമത് ഒന്നുകൂടി അവിടെ ട്രൈ ചെയ്യും ആ മണ്ഡലം. പക്ഷെ MBR ഒരിക്കലും അത് ചെയ്തിരുന്നില്ല. അതായത് അദ്ദേഹം ഒരു തവണ മത്സരിച്ച് തോറ്റാലും ജയിച്ചാലും പിന്നീട് ആ മണ്ഡലത്തിൽ ആകില്ല അദ്ദേഹം മത്സരിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി MBR-നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ നമ്മളിപ്പോ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ കടകംപള്ളിയും V മുരളീധരന്റെ മത്സരം, അവിടെ കോൺഗ്രസ് ഇല്ല. നമ്മൾ ഈ നിയമത്തെ കാര്യം പറഞ്ഞാൽ ഇവിടെയും ഇടതുപക്ഷവും BJP-യും തമ്മിൽ തന്നെയാണ് മത്സരം. കോൺഗ്രസിന് അവിടെ ഒരു 3ാം ഇതേ ഉള്ളൂ. കോൺഗ്രസിന് നമ്മളവിടെ വലിയ പ്രാധാന്യത്തോടെ കാണുന്നില്ല. അവിടെ ആരാണ് മത്സരിക്കുന്നത് അറിയില്ല. ഏതായാലും ഈ കഴക്കൂട്ടത്ത് നമ്മുടെ കടകംപള്ളിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഇസഡ് പോയിന്റുകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് കഴക്കൂട്ടത്തെ സംബന്ധിച്ച്. അതായത് എല്ലാ ഇടങ്ങളിലും കൃത്യമായി തന്നെ കടന്നു കയറി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. അതാണ് കടകംപള്ളിയെ പലവട്ടവും ഒരു വിജയത്തിലേക്ക്, നേരിയ മാർജിനിലെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അവിടേക്കാണ് നമ്മുടെ ശ്രീ V മുരളീധരൻ 2016 എത്തുന്നത്. V മുരളീധരൻ എത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. വീട് വാടകയ്ക്ക് എടുക്കുകയാണോ സ്വന്തമാക്കുകയാണോ ചെയ്തതെന്നറിയാം. അദ്ദേഹം അവിടെ താമസിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ താമസിച്ചുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രവർത്തനം, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ ഈ കോട്ടകൊത്തളങ്ങളിലേക്ക് V മുരളീധരൻ കടന്നു കയറി എന്നുള്ളതാണ്. അതായത് ഈ അടിവേരുകൾ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ പോക്കറ്റുകൾ ഉണ്ടാകും ശക്തമായ രീതിയിലുള്ള, അതിലേക്ക് V മുരളീധരൻ കടന്നു കയറാൻ കഴിഞ്ഞു 2016. ആ 2016 മുതൽ തന്നെ V മുരളീധരൻ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ്. അതായത് അവിടുത്തെ ജനത്തിനോട് നമ്മൾ ചോദിച്ചാൽ അവർക്കറിയാം, 2 പേരേ ഉള്ളൂ. കടകംപള്ളിക്കെതിരാരാ? V മുരളീധരൻ. V മുരളീധരനെതിരാരാ? കടകംപള്ളി. ഇതിനപ്പുറത്തേക്ക് ഒരു പേര് അവർക്കില്ല. അപ്പൊ ഈ നിലയിലേക്ക് അത് മാറ്റിയെടുക്കാൻ V മുരളീധരൻ കഴിയും. ശോഭാ സുരേന്ദ്രൻ വോട്ട് കുറഞ്ഞു എന്നുള്ളത് അത് ഇന്റേണൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനിയിപ്പോ അതിലേക്ക് പോയിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും
കൃത്യമായി തന്നെ BJP പണിയെടുത്തിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. കൃത്യമായി SIRന്റെ വോട്ടുകൾ നീക്കം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അത് നേമത്തും തിരുവനന്തപുരത്ത് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും അവർ SIRന്റെ പണി കൃത്യമായി തന്നെ എടുത്തിട്ടുണ്ട്. ആ പണി ഈ ഡബിളിംഗ് വോട്ടുകൾ മാറ്റി കളയാൻ കഴിഞ്ഞു, മരിച്ചവരുടെയൊക്കെ വോട്ടിൽ നിന്ന് മാറ്റി കൃത്യമായി തന്നെ വർക്ക് ചെയ്ത്. കാരണം മുരളീധരനെ സംബന്ധിച്ച് ഈ എന്താ പറയുന്നത്, പരിണത പ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന ഒരു നേതാവാണ്. ഈ നേതാക്കന്മാർക്ക് തന്നെ ഇലക്ഷൻ വർക്ക് കൂടെ നന്നായിട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ കൃത്യമായി വോട്ട് ഉയർത്താൻ പറ്റും. അതല്ലാതെ ഈ സെലിബ്രിറ്റികൾ വന്ന് നിൽക്കുമ്പോൾ ഒരു കുഴപ്പം അതാണ്. സെലിബ്രിറ്റികൾ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഈ പ്രചരണ പന്തി കയറി പോകാനും കൈവീശാനും ഒക്കെ പറ്റും, റൂട്ട് അറിയില്ല. പക്ഷെ ഈ പ്രചരണ രംഗത്ത് സജീവമായ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം രാത്രിയിൽ ഈ ഇലക്ഷൻ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ബൂത്ത് പ്രസിഡന്റുമാരെയൊക്കെ വിളിച്ച് അവിടുത്തെ പ്രവർത്തനം എന്തായി, ഈ വാർഡിൽ എന്തായി, ആ വീട്ടിൽ പോയോ എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റുന്നത് ആ മണ്ഡലവുമായിട്ട് സുപരിചിതനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറ്റൂ. ആ നിലയിൽ മുരളീധരൻ അത്തരത്തിലുള്ള ഒരു വലിയ കണക്ഷൻ, ബന്ധം അവിടെ സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ SNDPയുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ പോകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് അവിടെ ഉള്ളത്. അവർ താലൂക്ക് യൂണിയനും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകാൻ കഴിയും. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് പല പദ്ധതികൾക്കും അവിടെ പണം വിനിയോഗിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. എല്ലാവരുമായി നല്ലൊരു ബന്ധത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയും. ഇവിടെ കടകംപള്ളി ഇപ്പോൾ ഒരു ആരോപണത്തിന് നിഴലിലാണ്, പ്രതിയല്ല, അദ്ദേഹം ഒരു ആരോപണത്തിന് നിഴലിലാണ് നിൽക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ രണ്ടു വട്ടം ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. അപ്പൊ ഈ ആരോപണത്തിൽ നിൽക്കുമ്പോൾ കടകംപള്ളിക്ക് പഴയ ആ ഒരു ഇമേജ് ഇപ്പോൾ കഴക്കൂട്ടത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പിണറായി സർക്കാരിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാത്ത ഒരാളാണ് ഈ പറയുന്ന കടകംപള്ളി. ഈ കടകംപള്ളി വെട്ടാനാണ് ശിവൻകുട്ടിയെ കൊണ്ടുവന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെയാണ് ധനുഷ് നേരത്തെ ധനുഷ് ചോദിച്ചില്ല എങ്ങനെയാണ് ശിവൻകുട്ടി മന്ത്രിയാക്കിയെന്ന് ചോദിച്ചാൽ, അത് അവിടുത്തെ ആ ഏരിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താ പറയുക കുത്തക പോലെ കടകംപള്ളി കൊണ്ടുവന്നത്. അപ്പൊ അതിനെ വെട്ടുക എന്ന ഉദ്ദേശത്തിലാണ് ശിവൻകുട്ടിയെ കളത്തിലിറക്കുന്നത്. വീണ്ടും ശിവൻകുട്ടി വിശ്വസ്തനായ പിണറായിയുടെ കൂടെ നിൽക്കുകയും പണിയെടുക്കുകയും ചെയ്തു. എന്താണോ കടകംപള്ളി ചെയ്തുകൊണ്ടിരുന്ന പണി അത് വൃത്തിക്ക് ശിവൻകുട്ടി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ മുരളീധരൻ എത്തുന്നത്. മുരളീധരൻ ഞാൻ അവിടെ മനസ്സിലാക്കുന്ന ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമായിരിക്കും കഴക്കൂട്ടം. ഒരുപക്ഷെ ഇത്തവണ അവിടെ BJP ജയിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും, യാതൊരു തർക്കവുമില്ലാത്ത കാര്യം. കാരണം കടകംപള്ളി കടന്നു ചെന്നിരുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ കടകംപള്ളിക്ക് സ്വന്തമായിരുന്ന പല ഇടങ്ങളിലേക്കും മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ BJP എന്നല്ല ഞാൻ പറയുന്നത്, മുരളീധരൻ എന്ന് പറഞ്ഞൊരു നേതാവിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആ ഒരു നാട്ടുകാരനായി മാറിക്കൊണ്ട് തന്നെയാണ് മുരളീധരൻ ഇത്രയും കാലം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ആ മണ്ഡലം വിട്ടിട്ടില്ല. ഈ 2016 മുതൽ അദ്ദേഹം ഇതുവരെ ആ മണ്ഡലത്തിൽ നിന്ന് എന്താണ് കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴും ധനുഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം മിക്കവാറും ഒക്കെ ഈ കഴക്കൂട്ടത്തുണ്ട്, ആറ്റിങ്ങുണ്ട്, ആ ഭാഗങ്ങളിലെല്ലാം പുള്ളി ഉണ്ട്. ചില പദ്ധതികൾ അവിടെ നടപ്പാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു BJPക്ക് വിജയപ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയായിട്ടാണ് കൂട്ടത്തെ കാണുന്നത്. ഒരു അത്ഭുതം അവിടെ നടക്കുമെന്നുള്ളതാണ്. കാരണം കടകംപള്ളി ഇത്തവണ എങ്ങനെയാകുമെന്നുള്ളതിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കടകംപള്ളിയുടെ പാർട്ടിക്കകത്ത് തന്നെ ഒരു വോട്ട് ചോർച്ച ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കുമോ എന്നറിയില്ല. സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്പൊ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടകംപള്ളിക്കൊക്കെ എതിരെ ഒരുപാട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന ഒരു സാധ്യതകളോടുകൂടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ നിലനിൽക്കുന്നു. ഒരുപക്ഷെ മുരളീധരൻ ജയിച്ചു കയറാനുള്ള സാധ്യതകൾ നിലനിർത്താനാണ് കഴക്കൂട്ടം പോലെ തന്നെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് ഇത്തവണ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുരളീധരൻ സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് വട്ടിയൂർക്കാവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെയുള്ള BJP പ്രവർത്തകർ പറയുന്നത് താങ്കൾ വരൂ, ശരിയാക്കി തരാം. കാരണം നേമത്ത് കുമ്മനം രാജശേഖരനെ ഞാനാണ് തോൽപ്പിച്ചത് എന്ന് മുരളീധരൻ സധൈര്യം വിളിച്ചു പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേ അവിടെയുള്ള സംഘപരിവാർ പ്രവർത്തകർ പറയുന്നുണ്ട്, ഇനി എവിടെ ഇയാൾ നിന്നാലും ഞങ്ങളുടെ ആൾ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇയാളെ തോൽപ്പിക്കണം എന്നുള്ളൊരു രീതിയാണ് അവിടെയുള്ള സംഘപരിവാർ പ്രവർത്തകർക്കുള്ളത്. VK പ്രശാന്താണ് അവിടുത്തെ നിലവിലെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത്. VK പ്രശാന്ത് ബിജുചേട്ട ശക്തനാണ്. ശക്തൻ എന്ന് പറഞ്ഞാലും പോലെ ആദ്യശക്തനാണ് VK പ്രശാന്ത്. ജനങ്ങൾക്കിടയിൽ ഗ്രൗണ്ട് ലെവലിൽ VK പ്രശാന്തിന്റെ പ്രവർത്തനം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു MLA എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ VK പ്രശാന്തിനെ കണ്ടു പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ടേക്ക് എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും അവൈലബിൾ ആണ് VK പ്രശാന്ത്. നാളെ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചിൻ്റെ 28 നടക്കുകയാണെങ്കിലും VK പ്രശാന്തിൻ്റെ ഒരു കോൾ ചെയ്താൽ VK പ്രശാന്ത് രാവിലെ 7 മണിക്ക് അവിടെ വന്നിരിക്കും. അങ്ങനത്തെ ഒരു MLA ആണ് VK പ്രശാന്ത് എന്ന് പറയുന്നത്. ആ VK പ്രശാന്തിനെയാണ് അവിടെ മുരളീധരന് നേരിടേണ്ടതായിട്ടുള്ളത്. എന്നാൽ മുരളീധരൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം
കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അദ്ദേഹം വിശ്വാസ്യത അർപ്പിക്കുന്നത് അവിടെയുള്ള NSSലാണ്. NSS എന്നെ കൈവിടില്ല എന്നാണ് മുരളീധരൻ വിശ്വസിക്കുന്നത്. പക്ഷെ എങ്കിലും NSSനും അപ്പുറം ജനഹിതം നമ്മൾ നോക്കുമ്പോൾ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. കെ മുരളീധരൻ അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോഴും കെ മുരളീധരൻ എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി, അദ്ദേഹം ജാതി, മതം, രാഷ്ട്രീയം ഇതൊന്നും നോക്കാതെയാണ് ആൾക്കാർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. അതുകൊണ്ട് അവിടെയുള്ള RSSകാർക്കും കെ മുരളീധരൻ പ്രിയങ്കരനായിരുന്നു എന്ന് എനിക്കറിയാം. കെ മുരളീധരൻ RSSകാരനായിരുന്നാൽ പോലും അയാൾ വന്നൊരു കാര്യം പറഞ്ഞാൽ അയാളുടെ ജാതി, മത, രാഷ്ട്രീയം ഒന്നും നോക്കില്ല. വർണ്ണവർഗ ലിംഗഭേദമന്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ആ ഒരു പോസ്റ്റിൽ കെ മുരളീധരനെക്കാട്ടിലും ഒരു 25% മടങ്ങ് പെർഫോമൻസ് കാഴ്ചവെച്ച് നിൽക്കുകയാണ് പ്രശാന്ത്. ഇതിനിടയിലാണ് നമ്മുടെ ശ്രീലേഖ വരുന്നത്. ശ്രീലേഖ അവിടെ വന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് ഒരു ശുഭസൂചനയാണ്. പക്ഷേ ശ്രീലേഖയുടെ കേസ് നോക്കുകയാണെങ്കിൽ BJPക്ക് അവിടെ വോട്ടുണ്ട്. BJPക്ക് അവിടെ ശക്തമായിട്ടുള്ള വോട്ടുള്ളൊരു മണ്ഡലമാണ്. അവിടെ നമ്മൾ VV രാജേഷിന്റെ കാര്യം പറഞ്ഞ പോലെ 2011 BJP ഒന്നും അല്ലാതിരിക്കുന്ന സമയത്ത് VV രാജേഷ് അവിടെ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. ഏകദേശം 13,000 കഴിഞ്ഞ് 14,000 അടുപ്പിച്ച് വോട്ട് VV രാജേഷ് അവിടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് 2011. പിന്നെ 2016 ആയപ്പോഴേക്കും നരേന്ദ്രമോദി വേവ് വന്നു. നമുക്ക് കിട്ടുന്ന വോട്ടൊക്കെ മോദി വോട്ടാണ്, BJPക്ക് കിട്ടുന്ന വോട്ട്. കുമ്മനം രാജശേഖരനെ ആ VV രാജേഷ് പിടിച്ച ആ 13,000 വോട്ടിനെ 43,700 വോട്ടാക്കി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. VV രാജേഷ് പിടിച്ച 13,000 വോട്ടിനെ 43,700 വോട്ടാക്കി കുമ്മനം ഉയർത്തി. പിന്നെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ S സുരേഷിനെ നിർത്തി. സ്വാഭാവികമായിട്ടും വോട്ടിംഗ് നില താഴ്ന്നു. കഴിഞ്ഞ തവണ VV രാജേഷ് അവിടെ വീണ്ടും നിന്ന് മത്സരിച്ചു. വീണ്ടും നിന്ന് 2021 VK പ്രശാന്തിന്റെ കൂടെ മത്സരിച്ച VV രാജേഷാണ്. എവിടെയൊക്കെ VV രാജേഷ് നിൽക്കുന്നു അവിടെയൊക്കെ അദ്ദേഹം വോട്ടിംഗ് നില ഉയർത്തിയിട്ടേ ഉള്ളൂ. 6% വോട്ട് വീണ്ടും VV രാജേഷ് അവിടെ വട്ടിയൂർക്കാവ് ഉയർത്തി. ആ സ്ഥാനത്താണ് ഇപ്പോൾ VK പ്രശാന്തിന്റെ കൂടെ മത്സരിക്കാൻ ശ്രീലേഖ എത്തുന്നത്. കെ മുരളീധരൻ പ്ലസ് ശ്രീലേഖ പ്ലസ് പ്രശാന്ത്. വലിയ മത്സരമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ജാതി സമവാക്യങ്ങൾ ഇത്തവണ അവിടുത്തെ വിജയം നിർണ്ണയിക്കും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അത് ശരിയാണോ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവിടെ വിജയത്തെ നിർണ്ണയിക്കുക? അതായത് ഈ വട്ടിയൂർക്കാവ് മണ്ഡലം ഏറ്റവും പ്രായം കുറഞ്ഞ മണ്ഡലമാണ് തിരുവനന്തപുരത്ത്. എനിക്ക് തോന്നുന്നത് 15-17 വർഷങ്ങളെ ആയിട്ടുള്ളൂ അത് രൂപീകരിച്ചിട്ട്, മണ്ഡലം വന്നിട്ട് പുതിയതായിട്ട് വന്നിട്ട്. വലിയ വഴക്കമൊന്നുമില്ല. കൊച്ചു കുഞ്ഞാ അവിടുത്തെ തിരുവനന്തപുരത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പിറന്നു വീണ മണ്ഡലമാണ്. അവിടുത്തെ പ്രത്യേകത വെച്ചാല് ഏതാണ്ട് 50% മുകളിൽ നായർ വോട്ടുള്ള മണ്ഡലം കൂടിയാണ്. നമ്മൾ പൊതുവെ ഈ നായർ വോട്ട് കൂടുതലുള്ള മണ്ഡലം നിയമമാണെന്ന് കരുതും. പക്ഷെ നിയമമല്ല, വട്ടിയൂർക്കാവ് തന്നെയാണ്. 50% മേളിലുണ്ട്. 50% തന്നെ നമുക്ക് കൂട്ടാം. പക്ഷെ നായർ വോട്ട് ഉണ്ടായാലും ഈ നായർ വോട്ടിനെ കവച്ചു വെച്ച് ഈഴവനായിട്ടുള്ള പ്രശാന്ത് ജയിച്ചിട്ടുണ്ട്. ഈഴവ സ്ഥാനാർത്ഥിയാണ് VK പ്രശാന്ത്. അതും വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. പക്ഷെ ഇവിടുത്തെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? BJP അവിടെ രണ്ടാമനായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. പ്രശാന്ത് ജയിച്ചപ്പോഴും രണ്ടാമനായിരുന്നു, മുരളീധരൻ ജയിച്ചപ്പോഴും രണ്ടാമനായിരുന്നു. അപ്പൊ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. ഈ RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വട്ടിയൂർക്കാവ്. ഇപ്പോഴല്ല, പണ്ട് മുതലേ. അത് ഈ നമ്മുടെ മുകുന്ദൻ ചേട്ടനൊക്കെ ഉള്ള സമയത്ത്, PP മുകുന്ദനൊക്കെ ഉണ്ടായിരുന്ന സമയം തൊട്ടേ RSSന്റെ വലിയ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ആ ഒരു മേഖല. അത് പഴയത് തിരുവനന്തപുരം നോർത്ത് ആ മണ്ഡലമായിരുന്നു. അപ്പൊ അവിടെ വലിയ ശക്തി കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കുമ്മനം പോലെ അവരുടെ ഒരു പ്രചാരകൻ, RSS പ്രചാരകൻ വന്ന് നിന്നപ്പോൾ വലിയ രീതിയിൽ തന്നെ ജയിക്കും എന്ന് എല്ലാവരും പറയാനുണ്ടായ കാരണം അത്. കാരണം RSSന് ഹോൾഡ് ഏരിയ ആണ്. അവിടെ എന്തുകൊണ്ടാണ് ഈ 50% NSS വോട്ടിനെ വെട്ടി VK പ്രശാന്ത് ജയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബഹുഭൂരിപക്ഷം പേര് ഒന്നിച്ചു എന്നുള്ളതല്ല അതിന്റെ വിഷയം. അവിടെ ഒരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടാവും. അത് നമ്മുടെ ഈ ശബരിമല വിഷയമൊക്കെ വന്നിട്ട് NSS ഒരു കടുംപിടുത്തം പിടിച്ചു. NSS ഒരു സ്ട്രോങ് തീരുമാനങ്ങൾ എടുത്തു. അന്നേരം പിന്നെ കോൺഗ്രസ്സുകാരോടൊക്കെ പറഞ്ഞു, ഞാൻ പറയുന്നവരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ പറഞ്ഞൊരു വലിയ, കാരണം ആ സമയത്ത് കോൺഗ്രസിന് എങ്ങനെയെങ്കിലും വെട്ടിവലിച്ച് കയറി ജയിച്ചാൽ മതി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ NSS പറയുന്നതും അവർ പറയുന്ന സ്ഥാനാർത്ഥികളൊക്കെ നിർത്താൻ ഇവർ സന്നദ്ധരായി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ അവിടെ മോഹൻകുമാർ എന്ന് പറയുന്നിട്ട് അവിടെ കോൺഗ്രസിന്റെ സമുന്നത നേതാവ്, അദ്ദേഹം NSSന്റെയും പ്രിയങ്കരനാണ്. ഇദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയാക്കുന്നു. പെരുന്നയിൽ നിന്ന് തിട്ടൂരം വരുന്നു. NSS പ്രവർത്തകർ ഇറങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കണമെന്നുള്ളത്. ഇതോടുകൂടി അവിടെ ഈ ചില കരയോഗങ്ങൾ, വാഴക്കാടക്കം 3-4 കരയോഗങ്ങൾ NSSനെതിരെ പ്രമേയം പാസ്സാക്കുന്ന നിലയിലേക്ക് എത്തി. കാരണം കുമ്മനത്തിന്റെ പിന്നിൽ നിൽക്കുന്നതും NSSകാരാണ്. അപ്പൊ അവര് ചോദിച്ചു, ഈ ശബരിമല പ്രക്ഷോഭമായിട്ട് മുൻനിരയിൽ നിന്ന ആളാണല്ലോ കുമ്മനം, എന്നാൽ പിന്നെ അദ്ദേഹത്തെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല, ഈ മോഹൻകുമാറിനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു? അങ്ങനെ നായന്മാരവിടെ രണ്ടായി.
ഈ 50% വോട്ട് എന്നുള്ള അത് രണ്ടായിട്ട് മാറി. കുറെ നായന്മാർ കുമ്മനത്തോടൊപ്പവും കുറെ നായന്മാർ മോഹൻകുമാറിനൊപ്പവും നിലയുറപ്പിക്കുക. ഈ ഒരു ഗ്യാപ്പിലേക്കാണ് നമ്മുടെ പ്രശാന്ത് കയറി വരുന്നത്. അവിടെ ഉള്ള മറ്റ് പിന്നോക്ക ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വോട്ടുണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്ന് ജയിച്ചു. അപ്പൊ അന്നേരം ഈ പ്രശാന്തിന് കുറെ ഒരു ഇമേജ് ഒക്കെ ഉള്ള സമയം, വെള്ളപ്പൊക്കം, ദുരിതാശ്വാസം, മേയർ ബ്രോ വണ്ടി വിട്ടുന്ന, അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകും, മേയർ ബ്രോ രാത്രി വണ്ടി വിടുന്നു, എന്താണ് ദുരിതാശ്വാസ സാമഗ്രികളുമായിട്ടൊക്കെ വിടുന്ന ഒരു ഇമേജ് നിൽക്കുന്ന സമയം. ആ ഇമേജ് ഇപ്പോഴില്ല. ഇപ്പോ ഉള്ളതെന്ന് പറഞ്ഞാല് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള സ്ഥലമല്ല വട്ടിയൂർക്കാവ്. അവിടെ അവർക്ക് അങ്ങനെ വലിയ ശക്തമായ സംഘടനാ സംവിധാനങ്ങളൊന്നുമില്ല. മുരളീധരൻ അവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, എനിക്ക് നേരിട്ട് അറിയാം, എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പേരുണ്ട് അവിടെ. അവിടെ ഈ സൊസൈറ്റികളുണ്ട്, അവിടെ ഈ ഹൗസിംഗ് ബോർഡ് സൊസൈറ്റികൾ, ഇങ്ങനെയുള്ളിടത്തൊക്കെ പ്രിയങ്കരനാണ്. കാരണം അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഒരു സ്ഥലം, അവിടെ ഈ റോഡിന്റെ ഒരു വിഷയമുണ്ടായിരുന്നു. ആ പേരൂർക്കട ആ ജംഗ്ഷൻ താഴോട്ട് പോകുന്ന മണ്ണാമ്പുള്ളിയിലേക്ക് പോകുന്നിടത്ത് ഒരു ചെറിയ ഒരു ഹൗസിംഗ് ബോർഡ് റോഡ്, ആ റോഡൊക്കെ ഇട്ടുകൊടുത്ത പുള്ളിയുടെ സമയത്താണ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ളവരുമായി കൃത്യമായ ഒരു ബന്ധം മുരളീധരൻ അന്ന് തൊട്ട് ഇന്ന് വരെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു മണ്ഡലത്തിൽ കൃത്യമായി തന്നെ ഈ ഗ്രൂപ്പുകൾ, ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവിടുത്തെ ഈ വോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബ യോഗങ്ങള്, അതുപോലെ തന്നെ കുടുംബയോഗം എന്ന് വെച്ചാൽ ഓരോരോ കുടുംബത്തിനും ഇത്ര വോട്ടുകളുള്ള ഓരോ ഗ്രൂപ്പുകളുണ്ട് അവിടെ. അത് പണ്ടുതൊട്ടേ ഉള്ള ഇതാണ്. രാജഗോപാലൊക്കെ ഉള്ളപ്പോൾ പണ്ടുതൊട്ടേ ഉണ്ട്. അതുപോലെ ഈ ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ ഗ്രൂപ്പുകളാണ്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഇതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ ശശി തരൂരും ഒക്കെ ആ രീതിയിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവരുടെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന് പോവുക, ചടങ്ങുകളിൽ പങ്കെടുക്കുക, പറ്റുന്നെങ്കിൽ ഒരു സംഭാവന കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ആ വോട്ട് മേക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ മെത്തേഡാണ്. തിരുവനന്തപുരത്തിന്റെ ഒരു പ്രധാന രീതി ഇതാണ്. ഇത് കൂടാതെ തന്നെ ഇത്തരമുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതായത് ഈ പറയുന്ന ഹൗസിംഗ് ബോർഡിന്റെ ഹൗസിംഗ് സൊസൈറ്റികളുണ്ട്, പിന്നെ ചില സാമുദായിക സംഘടനകളുണ്ട്, ചില ഭക്തജന ഗ്രൂപ്പുകളുണ്ട്. ഇതിന്റെയൊക്കെ ഒരു പ്രിയപ്പെട്ട ആള് ശ്രീ കെ മുരളീധരൻ. അത് ധനുഷ് പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഈ ഒന്നിനെ മാറ്റി നിർത്തുന്നില്ല, എല്ലാത്തിലും പുള്ളി പങ്കെടുക്കും, ജാതി മത ഭേദമന്യേ. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടുകാരൻ നടത്തിയ ഇഫ്താർ വിരുന്നിലും പുള്ളി പങ്കെടുത്തായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അവിടേക്കാണ് ഈ ശ്രീലേഖ വരുന്നത്. ശ്രീലേഖ വരുമ്പോഴത്തേക്കും താരതമ്യേന അവിടെ സ്ഥാനാർത്ഥിയെ നോക്കിയാൽ മുരളീധരനോളം തലപ്പൊക്കം ശ്രീലേഖയ്ക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, തുറന്നു പറയുന്നുണ്ട്. നമുക്ക് യാതൊരു മടിയുമില്ല അതിനകത്ത്. അതൊരു ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം രാഷ്ട്രീയപരമായിട്ട് അവിടെ വലിയ രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് മുരളീധരൻ. ഇനി ധനുഷ് പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരാം. ഈ മുരളീധരൻ കുറച്ചു നാൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എവിടെ നിന്നാലും RSS എന്നെ തോൽപ്പിക്കും, അത് അവന്മാരെടുത്തിരിക്കുന്ന പ്രതിജ്ഞയാണെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം തൃശ്ശൂർ തോറ്റു, ഇവിടെ തോറ്റു, ഞാനൊരു ചാവേറാകാൻ ഇനിയില്ല, ഞാൻ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ സംഭവിച്ചാൽ വീണ്ടും പ്രശാന്ത് ബ്രോ അവിടെ ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ശ്രീലേഖയ്ക്ക് ജയിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഈ ചതി ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അവർ ഇപ്പോഴും കരുതുന്നത് അവരുടെ പ്രിയപ്പെട്ട കുമ്മനം രാജശേഖരനെ നിയമത്ത് പൂട്ടിച്ചത് മുരളീധരനാണ്. അതുകൊണ്ട് തന്നെ ആ മുരളീധരന് പണി കൊടുക്കാൻ അത് സത്യമാണ്. അതിനകത്ത് അവർക്ക് RSSകാർക്ക്, BJP അല്ല ഈ പറയുന്നത്, RSSന് ശക്തിയുള്ള സ്ഥലമാണ് പേരൂർക്കട. അവിടുത്തെ RSSകാർക്ക് വലിയ ഒരു രോഷം മനസ്സിലുണ്ട്. കാരണം മുരളീധരൻ എന്ന് പറഞ്ഞാൽ ഈ RSSകാർക്ക് എനിക്ക് തോന്നുന്നത് ഈ വലിയ ശത്രുത അവർ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. എന്നാൽ ധനുഷ് നേരത്തെ പറഞ്ഞ കണക്ക് RSSന്റെ നേതാക്കന്മാരുമായിട്ട് അല്ലെങ്കിൽ ആ പ്രവർത്തകരുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീമാൻ മുരളീധരൻ മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത്. അദ്ദേഹം നിയമത്ത് പോയി ഈ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു. രണ്ടാമത്തേത് അവർക്ക് പിന്നെയും കലിപ്പ് വന്ന സാധനം, അതിനകത്ത് മുരളീധരന് താല്പര്യമില്ലായിരുന്നു. തൃശ്ശൂർ വന്നു സുരേഷ് ഗോപിക്കെതിരെ മത്സരിക്കാൻ. ഇതൂടെ വന്നപ്പോഴേക്കും ഈ BJP സംഘപരിവാറുകാരുടെ ഈ വൈരാഗ്യം ഒന്നുകൂടെ കൂടി. ഒരിടത്ത് നമ്മുടെ നേതാവിനെ തോപ്പിച്ച് അടുത്ത് ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവിടെ വരികയാണ്, അത് പൂട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ മുരളീധരൻ താല്പര്യമുണ്ടായിട്ട് വന്നതല്ല തൃശ്ശൂർ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വൈരാഗ്യം ഇരട്ടിച്ചു. ഇതാണ് അവിടുത്തെ ഒരു മെയിൻ സാധനം. ഇങ്ങനെ ഒന്നും സംഭവിച്ചുകൂടായികയില്ല. അത് നമുക്ക് അറിയില്ല, അത് നമുക്ക് പറയാനും കഴിയില്ല അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ മുരളീധരന് ഒരു എഡ്ജുള്ള സ്ഥലം തന്നെയാണ്. ധനുഷ് നേരത്തെ പറഞ്ഞ 3 പേരും ഒന്നിനൊന്ന് മത്സരിക്കുന്ന, കട്ടക്ക് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും അതൊരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. എന്താണ് പറയുന്നത്, വളരെ ശക്തമായി തന്നെ സാമുദായിക ചേരിതിരിവുകളും കാര്യങ്ങളും ഉള്ളൊരു മണ്ഡലമാണ്. അതെല്ലാം കൂടെ നോക്കുമ്പോൾ ഇത്തവണ മുരളീധരന് ചാൻസ് ഉള്ള ഒരു മണ്ഡലമായിട്ട് തന്നെ കാണണം. ഇനി വലിയ അട്ടിമറികളൊന്നും നടന്നില്ല, മുരളീധരൻ അവിടെ MLA ആകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ കാണുന്നത്. ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ്, നോമിനേഷൻ ഒന്നും ആരും കൊടുത്തിട്ടില്ല ഈ സമയത്ത് കാണുന്നത്. പിന്നെ ഈ ശ്രീലേഖ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ തന്നെ നിലനിർത്തും എന്ന് പ്രതീക്ഷിക്കാം.
അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം സെൻട്രൽ. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരത്ത് INCക്ക് ശക്തമായിട്ടുള്ളൊരു വേരോട്ടുള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ച് നമുക്കറിയാം VS ഒക്കെ വിജയിച്ചിട്ടുണ്ട്. VS ശിവകുമാർ ഇത്തവണ VS ശിവകുമാർ സീറ്റിനായിട്ട് കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ BJP കൊടുത്തിരിക്കുന്ന ഓഫറാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞങ്ങളിവിടെ സീറ്റ് തരാം. അതാണ് BJP VS ശിവകുമാറിനോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ആ സമയത്ത് BJPയുടെ BK ശേഖർ 11,519 വോട്ടൊക്കെ 2011 അവിടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം അവിടെ ADMK ഒക്കെ അവിടെ മത്സരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബിജു രമേശ് ഒക്കെ അവിടെ വന്ന് മത്സരിക്കുന്നുണ്ട്. 5176 വോട്ട് അവിടെ ബിജു രമേശ് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ശ്രീശാന്തിനെ നിർത്തി. സ്റ്റാർ മണ്ഡലമാണ് തിരുവനന്തപുരത്തിന്റെ. ശ്രീശാന്ത് അവിടെ നിർത്തിയപ്പോൾ ശ്രീശാന്തിന് 34,764 വോട്ട് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം. ശ്രീശാന്തിനെ ആദ്യമായിട്ട് കൊണ്ട് നിർത്തുകയാണ്. ശ്രീശാന്ത് 16% വോട്ട് അവിടെ ഉയർത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും VS ശിവകുമാറാണ് ജയിച്ചത്. അതിനുശേഷം ശിവകുമാറിന്റെ കയ്യിൽ നിന്നും ആ മണ്ഡലം ആന്റണി രാജു പിടിച്ചെടുത്തു. ആന്റണി രാജുവിന്റെ കേസൊക്കെ നമുക്കറിയാം. ഇത്തവണ ആന്റണി രാജുവിന്റെ ഗതി എന്താകുമെന്ന് നമുക്കറിയാം. VS ശിവകുമാർ 2ാം സ്ഥാനത്ത് പോയി. ശ്രീശാന്ത് 16% വോട്ട് ഉയർത്തിയ മണ്ഡലത്തിൽ നമ്മുടെ KKG നിന്ന് അവിടെ 2% വോട്ട് കുറച്ചു. അതാണ് അവിടെ ഉണ്ടായത്. കൃഷ്ണകുമാർ അവിടെ 2% വോട്ട് കുറച്ചു. പക്ഷെ അപ്പോഴും എനിക്ക് രസകരമായിട്ടുള്ളൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2021 മനോരമ ഒരു വലിയ സർവേ കൊണ്ടുവന്നു. ഈ സർവേയിൽ BJP ഒരു സീറ്റിലും ജയിക്കില്ല എന്ന് പറഞ്ഞ മനോരമ തിരുവനന്തപുരം സെൻട്രലിൽ KKG ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമായി. പുള്ളിയുടെ പ്രവർത്തനം, പുള്ളി ഇപ്പോൾ ഒരു 24 മണിക്കൂറിൽ ഒരു 12 മണിക്കൂർ പ്രചാരണം നടത്തുമെങ്കിൽ പുള്ളി അതൊരു 16 മണിക്കൂറാക്കി ആ സമയത്ത് ഉയർത്തിയായിരുന്നു. പക്ഷേ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാത്തൊരു മണ്ഡലമാണ്. പക്ഷേ അവിടെ വോട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35,000-36,000 അടുപ്പിച്ച് വോട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം സെൻട്രലിലെ ഒരു ചിത്രം എന്ന് പറയുന്നത്. പക്ഷേ BJPക്ക് അവിടെ ഈസി ആയിട്ട് വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തിരുവനന്തപുരത്തിന്റെ ഹൃദയ ഭാഗമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സെൻട്രലിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ ഇത്തവണ? ഈ സെൻട്രല് ഒരുപാട് പ്രത്യേകതകളുണ്ട് ധനുഷ. സെൻട്രൽ മണ്ഡലത്തിൽ നമ്മുടെ അവിടുത്തെ ഈ വോട്ടർമാർ ബഹുഭൂരിപക്ഷം പേരും അവിടുത്തെ സർക്കാർ ജീവനക്കാരുണ്ട്, കുറച്ചധികം പേര്. ഈ സർക്കാർ ജീവനക്കാര് തിരുവനന്തപുരത്തുകാരല്ല. തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത അറിയാലോ. ഈ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അവിടെ ജോലി ചെയ്ത് അവിടെ സെറ്റിൽ ആകുന്നവരുണ്ട്, കാലങ്ങളായി വാടക താമസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വലിയ വിഭാഗം. അത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ള ജീവനക്കാരും വലിയ രീതിയിലുണ്ട്, മറ്റു ഇടങ്ങളിലുള്ളവരുണ്ട്. അവർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ വീട്ടിൽ പോകും. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ചയാണത്. അതായത് ഈ കുറച്ച് ദിവസം അവധി കിട്ടുന്നതാണല്ലോ. അപ്പൊ അവധി വെച്ചിട്ട് ഇവർ വീട്ടിൽ പോകും. കാരണം അവരുടെ വോട്ട് ഇവിടെ കാണില്ല. ഇതൊരു വലിയ പ്രതിഭാസമായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ മനുഷ്യ പറഞ്ഞ കണക്ക് ഈ BJP മാത്രമല്ല CPM-ഉം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത്. അവരും അവിടെ ഒരു വലിയ പ്രാമുഖ്യത്തോടുകൂടി ആരെങ്കിലും നിർത്തിയത് നമ്മൾ കണ്ടിട്ടില്ല. അവരെപ്പോഴും ഘടകകക്ഷികൾക്കൊക്കെയാണ് സീറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും ഇപ്പോൾ ഇത്തവണ CP ജോണിനാണ് അവര് CMBക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കണം. കാരണം അദ്ദേഹം അതിന് മാത്രം ഈ UDF-ന്റെ ഒപ്പം നിന്നിട്ടുള്ള ഒരു വലിയ നേതാവ് തന്നെയാണ്. കാരണം ഈ ഇത്രയും കാലം UDF-നോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. അവിടെ BJP ഇത്തവണയും സെലിബ്രിറ്റികളൊക്കെ നിർത്തും എന്ന് പറഞ്ഞു. ശോഭനയുടെ പേര് കേൾക്കുന്നു, മറ്റു പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെ വരുന്നു. അവിടേക്ക് സ്ഥാനാർത്ഥി ആരെ കരമന ജയനും താല്പര്യമുള്ള ഒരു ഇടമാണത്. കരമന ജയൻ ആണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ നിലയിൽ CP ജോൺ മത്സരിക്കുന്നു. ആന്റണി രാജുവിന്റെ കാര്യത്തിൽ ഉറപ്പില്ല. കാരണം അദ്ദേഹത്തിന് ഇന്നോ നാളെ എങ്ങാണ്ട് ഒരു കോടതിയുടെ വിധി എങ്ങാണ്ട് വരാൻ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇന്നോ നാളെ എങ്ങാണ്ട് വരുന്നത് ആ ജെട്ടി കേസുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് മത്സരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ അവർ വേറെ ആരെങ്കിലും കൊണ്ട് നിർത്തേണ്ടതായ സ്ഥിതി വരും. ഏതായാലും അവിടെ BJP നല്ലൊരു കാൻഡിഡേറ്റിനെയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ കരമന ജയൻ പോലെയോ ഒക്കെയുള്ള നല്ലൊരു ഹൈ പ്രൊഫൈലിനെ അവിടെ കൊണ്ട് നിർത്തി. കാരണം കരമന ജയനെ കൊണ്ട് നിർത്തുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടുത്തെ മുക്കും മൂലയും അറിയില്ല നന്നായിട്ട്. അദ്ദേഹം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു മണ്ഡലത്തെ സംബന്ധിച്ച്. അത് മാത്രമല്ല, ഇപ്പൊ അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ട്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടി സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അദ്ദേഹമാണോ അല്ലയോ എന്ന് അറിയത്തില്ല. അവിടെ ആരാണ് അവർ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. ഇത് ആ ലിസ്റ്റ് വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി ഒരുപക്ഷെ നമ്മുടെ നാളെ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്ക് അവിടെ സ്ഥാനാർത്ഥി വരുമായിരിക്കും. നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ കോൺഗ്രസ് വേഴ്സസ് BJP എന്നൊരു മത്സരത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ തീരദേശ വോട്ടുണ്ട്. അവിടെ തീരദേശ വോട്ടാണ് അവിടുത്തെ ഒരു വിധി നിർണ്ണയിക്കുന്നത്. അതാണ് KKG ഒക്കെ തോറ്റു തുന്നം പാടാൻ കാരണം ഈ തീരദേശ വോട്ടാ. ലത്തീനോട്ടുണ്ട്, ലത്തി ആ വോട്ട് അല്പം പ്രയാസകരമാണ്. അപ്പൊ ആ വോട്ടിൽ കടന്നു കയറുക എന്നുള്ള ഒരു വലിയ സ്വപ്നമാണ്. എങ്കിൽ പോലും അതിൽ വലിയ കാര്യമില്ല. പക്ഷെ ഇതേ വോട്ട് തന്നെ ഇവിടെയും ഉണ്ട്. ഈ ക്രിസ്ത്യൻ വോട്ടുകൾ നേമത്ത്
അവിടെ പക്ഷെ രാജീവ് ചന്ദ്രശേഖരന് കുറച്ചുകൂടി കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ തിരുവനന്തപുരം സെൻട്രലിലെ ഒരു കാര്യം ഇതാണ്, ഒരുപക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥി നിർത്താമെങ്കിൽ നല്ലൊരു മത്സരം ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം ആയിരിക്കും തിരുവനന്തപുരം സെൻട്രൽ. അങ്ങനെ വലിയൊരു വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണോ എന്ന് ചോദിച്ചാൽ അസാധ്യമായ കാര്യമാണ് ഇപ്പോൾ. ഭാവിയിൽ ഒരുപക്ഷെ ബി ജെ പി ജയിച്ചു കയറാൻ പറ്റുമായിരിക്കാം. കാരണം നിലവിലത്തെ അതിന്റെ ഒരു സാമൂഹിക ഘടനയും സാമുദായിക ഘടനയും അവിടുത്തെ പ്രവർത്തനങ്ങളുമൊക്കെ ഇത്തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഒരുപക്ഷെ ബി ജെ പി അവിടെ എനിക്ക് തോന്നുന്ന ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ കൊണ്ട് നിർത്തി ഈ ചുറ്റുപാടുമുള്ള മണ്ഡലങ്ങൾക്ക് ഒരു ഓളം ഉണ്ടാക്കാൻ ഒരു ശ്രമം അവിടെ നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട് സാധാരണ. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. അപ്പൊ അവിടെ ഒരു സ്റ്റാറിനെ കൊണ്ട് നിർത്തിക്കൊണ്ട് ആ സ്റ്റാറിന്റെ ഒരു പ്രഭാവം ചുറ്റുമുള്ള മണ്ഡലങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇനി ആര് വന്ന് നിൽക്കുമെന്നറിയില്ല. പക്ഷെ അവിടെ നല്ലൊരു ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിൽ കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി എന്ന നിലയിലേക്ക് അത് മാറും. ഒരുപക്ഷെ ശിവകുമാറിന് മത്സരിക്കുകയോ ഇല്ലയോ എന്ന് അറിയത്തില്ല ബി ജെ പിയുടെ ലെവൽ. ഇപ്പൊ ധനുഷ് പറഞ്ഞത് ഞാൻ തമാശയായിട്ട് കാണുന്നില്ല ഇതില്. കാരണം ഇന്നലെ ഞാൻ അറിഞ്ഞ വിവരം ബി ജെ പിയുടെ സീറ്റുകൾ കുറച്ച് അവർ ഒഴിച്ചിട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ലിസ്റ്റ് വരട്ടെ എന്ന് കരുതിയിട്ടാണെന്നാണ് കേട്ടത്. കാരണം കോൺഗ്രസിന്റെ ലിസ്റ്റിൽ ഇല്ലാത്തവരെ കുറച്ച് പേര് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ചിലപ്പം സാധ്യതയുണ്ട് ശിവകുമാറിനും. അങ്ങനെയെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നമുക്ക് തിരുവനന്തപുരം സെൻട്രലിൽ കാണാൻ പറ്റും. കാരണം ശിവകുമാറിന് അത്യാവശ്യം ഹോൾഡുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന തിരുവനന്തപുരം. അപ്പൊ ശിവകുമാറിന്റെ വ്യക്തിപരമായിട്ടുള്ള അത് NSS വോട്ടുകളാണത്. അപ്പൊ ആ ഇതും ബി ജെ പിയുടെ ഒരു സ്ട്രെങ്തും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടാം. ഇനി അത് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ ലിസ്റ്റ് വരാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ ഇതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു അമിത പ്രതീക്ഷയൊന്നും ബി ജെ പിക്ക് ഇല്ല. ആഞ്ഞു പിടിച്ചാൽ 2ാം സ്ഥാനത്ത് എത്താം. ഇനി നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചോടിഞ്ചിൽ പോരാട്ടം നടത്താൻ പറ്റുന്ന ഒരു ഇടമാണ് തിരുവനന്തപുരം സെൻട്രൽ. പിന്നെയുള്ള മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്നത് അരുവിക്കരയുണ്ട്, പിന്നെ നെയ്യാറ്റിൻകരയുണ്ട്, പാറശാലയുണ്ട്, കോവളമുണ്ട്. ഇവിടെയെല്ലാം ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ഗ്രാജുവലി. അരുവിക്കരയൊക്കെ പറയുകയാണെങ്കിൽ 2015 ബൈ ഇലക്ഷനിൽ ബി ജെ പിയുടെ ഒ രാജഗോപാൽ അവിടെ നിന്ന് മത്സരിച്ചപ്പോൾ 34,145 വോട്ട് പിടിച്ച ഒരു സ്ഥലമാണ്. പിന്നീട് അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ്, രാജഗോപാൽ അറിയാലോ, രാജഗോപാൽ പൊതുസമ്മതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ പാറശാലയിലേക്ക് വരികയാണെങ്കിലും ബി ജെ പിക്ക് അവിടെ 30,000 വോട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്നുള്ളതാണ്. കരമന ജയനായിരുന്നു പാറശാലയിൽ 2021 നിന്ന് മത്സരിച്ചത്. അവിടെ 30,000 വോട്ട് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. 2016 33,000 വോട്ട് പാറശാല ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെറിയൊരു സംഖ്യയല്ല അവിടെ ഉണ്ടായിരുന്നത്. 10,310 വോട്ടിൽ നിന്നാണ് 33,000 വോട്ടാക്കി ഉയർത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കോവളത്ത് ഇപ്പോൾ വിൻസെന്റ് ആണ് അവിടെ മത്സരിക്കുന്നത്. കോവളത്ത് ബി ജെ പിക്ക് വലിയ ഹോൾഡ് ഇല്ലാത്തൊരു സ്ഥലമാണ് കോവളം എന്ന് പറയുന്നത്. നമ്മുടെ BDJS കോവളത്തെ TN സുരേഷിനെ 2016 നിർത്തിയപ്പോൾ 30,000 വോട്ട് പിടിച്ചില്ല. അതൊരു വലിയ കാര്യം. എല്ലായിടത്തും ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ബി ജെ പിക്ക് അത്യാവശ്യം വോട്ടുണ്ട്. അല്ല ധനുഷ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ പാറശാല ധനുഷ് പറഞ്ഞില്ലേ ഇപ്പം ഈ കരമന ജയൻ മത്സരിച്ച കാര്യം. കരമന ജയൻ വളരെ ഹാർഡ് വർക്കറാണ്. ഒരു ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുള്ള സ്ഥലമാണ് പാറശാല. അത് ഞാനിത് എടുത്തു പറയാൻ കാരണം കുടിവെള്ള പ്രശ്നം ഉണ്ടായപ്പം ഈ സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് കുടവും കൊണ്ട് ഒരു വലിയ സമരം അദ്ദേഹം അവിടെ നടത്തി. സമരം നടത്തുക, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അവിടെ ഒരു മരണം നടന്നപ്പോഴത്തേക്ക് ആ ഡെഡ് ബോഡി റോഡിൽ വെച്ച് റോഡ് ബ്ലോക്ക്, ഹൈവേ ബ്ലോക്ക് ചെയ്തിട്ടുള്ള സമരം. അങ്ങനെ ഇപ്പൊ ഈ യുവരാജ് ഗോകുൽ നെടുമങ്ങാട് ചെയ്യുന്ന അതുപോലത്തെ ഒരു വർക്ക് പാറശാല നടത്തിയിട്ടാണ് പാറശാലയിലെ ബി ജെ പിയുടെ ഗ്രൗണ്ട് ഒരുക്കി ആ നിലയിലേക്ക് ഈ കരമന ജയൻ എത്തിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം മികച്ച ഒരു സംഘാടകനും ഒരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യനുമാണ്. ഒരുപക്ഷെ ക്രൗഡ് പുള്ളർ അല്ലായിരിക്കാം, പക്ഷെ പണി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ പണി അറിയാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗ്രാജുവലി വോട്ട് ഉയർത്താൻ പറ്റും. ഇപ്പൊ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ BB രാജേഷ് അത്യാവശ്യം ഗ്രൗണ്ട് ലെവൽ വർക്ക് അറിയാവുന്നതാണ്. ഈ പറയുന്ന കരമന ജയൻ, V മുരളീധരൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ അടിത്തട്ട് നന്നായി മനസ്സിലാക്കി പണിയെടുക്കുക. ബൂത്ത് ലെവൽ ബൂത്ത് അറിയുക എന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട കാര്യം. ബൂത്ത് അറിഞ്ഞാൽ പിന്നെ നമ്മൾ വിജയിച്ചു, പകുതി കൂടുതലായി. ഏത് ബൂത്തിൽ എത്ര വോട്ടുണ്ട്, ആരൊക്കെയാണ് അവിടുത്തെ നേതാക്കന്മാരെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരാളാണ് കരമന. അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരം സെൻട്രൽ അദ്ദേഹം വന്നാൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ബി ജെ പിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ അദ്ദേഹം വരുമോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഇപ്പൊ ജില്ലാ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ ജില്ലയിൽ തന്നെ ബി ജെ പിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് അദ്ദേഹം മത്സരിക്കാൻ വരുമോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ബാക്കി ഈ പറഞ്ഞ കോവളം ഒരുപാട് ചാൻസ് ഉള്ള മണ്ഡലമാണ്. ഓക്കെ, എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സുപ്രധാന മണ്ഡലങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.